ഹലോ ഡിയറീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സിൽവർ സ്റ്റോമിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കണം അല്ലേ അമ്മ? ഹാപ്പി അല്ലേ? ഇതെന്റെ അനിയൻ കണ്ടൂടെ? ഇതെന്റെ അച്ഛൻ. ഓക്കെ, ഞങ്ങൾ എല്ലാരും പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് കാണാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പൊ പോകുന്ന വഴി കാണാം. ബൈ. ഓക്കെ, ലോക്കായി. ലോങ് ആയിട്ടുള്ള ട്രാവലിംഗ് ആയതുകൊണ്ട് പ്രാർത്ഥന മുഖ്യം ബിഗിലെന്ന് പറഞ്ഞിട്ട് അമ്മ എന്തെന്നറിയാമോ, നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രം തന്നെയാണ്, പോകുന്ന വഴിക്കാണ്. അപ്പോൾ അമ്മ അവിടെ കാണിക്കവേഞ്ചിയിൽ പൈസ ഇട്ടിട്ട് വന്നത് കേട്ടോ. കാരണം പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു പേടിയാണ്, ഇങ്ങനെയുള്ള യാത്രകളൊക്കെ കെയർ ചെയ്യണം, സൂക്ഷിക്കണം എന്നൊക്കെയാണ്. അപ്പം ആദ്യമാണെങ്കിൽ തുടക്കം മുതലേ പിണങ്ങി തുടങ്ങി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ കാറിന് ബാക്ക് സീറ്റിൽ സെൻറ്ററിൽ ഇരുത്തണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിണക്കമായിരുന്നു. പിന്നെ ഉറക്കം ഭാവം അഭിനയിക്കുന്നു, ഒരു ബഹളമായിരുന്നു, വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയം എടുക്കും. കാരണം നമ്മൾ ഏർലി നൈറ്റാണ് പോയത്. നമ്മൾ എത്ര മണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11:30 ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയൻ പാട്ടൊക്കെ ഇട്ടു. ആദ്യക്ക് കുറേ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അവൾ കുറേ സെലക്ട് ചെയ്ത് കൊടുത്തു. അതൊക്കെ പാടി തകർക്കുകയാണ് അവളിങ്ങനെ ഡാൻസ് കളിച്ച് അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അങ്ങ് പെട്ടെന്ന് ആക്റ്റീവായി. അമ്മ അങ്ങോട്ട് ഡാൻസും തുടങ്ങി. അമ്മയുടെ ഡാൻസിൻ്റെ വഴിയെ കാണാം കേട്ടോ എല്ലാവർക്കും. കാറിലിരുന്ന് പിന്നെ അമ്മ അവൾക്കൊപ്പം കൂടെ. കാരണം ഞാൻ പിണങ്ങുമെന്ന് അമ്മയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അമ്മ പിന്നെ ഒതുങ്ങി കൂടിയൊന്നും ഇരുന്നില്ല. അമ്മ പിന്നെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം ഒരു ഹാപ്പി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഇത് തന്നെയാണ് കുറേ ദൂരം ഇത് തന്നെയായിരുന്നു. ആദ്യമാണെങ്കിൽ പിന്നെ ഭയങ്കര ഇംഗ്ലീഷ് പാട്ടുകാരിയാണ്. ഞാൻ ലീവ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൾ എന്തൊക്കെയോ ഒരു ഭയങ്കര ഇംഗ്ലീഷ് പാട്ടിലൊക്കെ പാട്ട് ഒരു ബഹളം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം രാവിലെ ഒരു 5 മണിയൊക്കെ ആയിക്കാണെന്ന് തോന്നുന്നൊരു ഉദ്ദേശം തന്നെ പറയുന്നത്. ഞാൻ ആതിരപ്പള്ളി, നമ്മളവിടെ ആതിരപ്പള്ളിയിലോട്ട് റൂട്ടിലോട്ട് എത്താറായിട്ടാണ്. അപ്പോൾ എത്രയായപ്പോഴത്തേക്ക് വഴിയിൽ ഒരു നമ്മുടെ ചാലക്കുടി പുഴയുണ്ടല്ലോ, അത് കാണാൻ പറ്റി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ താന്നിരിക്കുന്ന, അങ്ങനെ താന്നൊന്നുമല്ല, ഒരു കോട ടൈപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പിന്നെ അധികം ഇങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി സൈഡിലിടാൻ പാടില്ല എന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അവിടേക്ക് നിന്നങ്ങ് ഷൂട്ട് ചെയ്ത ശേഷം വണ്ടിക്കകത്തോട്ട് കയറി കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ചാലക്കുടി പുഴ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു വൈബായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. ഏർലി മോർണിംഗ് ഒക്കെ വന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ ആതിരപ്പള്ളിയുടെ ഏകദേശം അടുത്തെത്തി. ആതിരപ്പള്ളിയുടെ ഏകദേശം തൊട്ടടുത്തെത്തി. നമ്മൾ റൂം എടുക്കാനുള്ള പ്ലാനിൽ നിന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ആനയെ കണ്ടത് കേട്ടോ. എല്ലാവരും ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് കാണുന്നത് വെച്ചാൽ ഉപദ്രവമൊന്നുമില്ല. പക്ഷേ റോഡിലൊക്കെ എല്ലാവരും ഇറങ്ങും. നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ പേടിച്ചാണ് വന്നത്. കാരണം വെച്ചാൽ ആന ഇറങ്ങുന്ന വഴിയിലാണ് നമ്മൾ വന്നത്. അപ്പോൾ പക്ഷേ ഉപദ്രവമൊന്നും മനുഷ്യൻ്റെ അത്ര ഉപദ്രവമൊന്നും മൃഗങ്ങളില്ലല്ലോ. അപ്പം ഇത് ലൈവായിട്ട് കുറേ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ന്യൂസിൽ. ഇവിടെ ആന എവിടെ? ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇനി 8:30 ഇവിടെ അലൗഡ് അല്ല. അപ്പം 8:30 വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. അപ്പം പുറത്ത് നിന്ന് വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്യാൻ പറ്റും, അകത്തോട്ട് അലൗഡ് അല്ല. പുറത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ കാണാൻ പോകണമെങ്കിൽ 8:30 അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് പോകാൻ പോണത്. നല്ലൊരു ഛർദിലൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. രാവിലെ എത്തിയതുകൊണ്ട് 8:30 ആതിരപ്പള്ളിയുടെ ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ലൈവായിട്ട് അടുത്ത് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റണമെങ്കിൽ 8:30 ശേഷമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ. മുൻപ് ഞാൻ പണ്ട് പോയായിരുന്നു. +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയായിരുന്നു. +2 അല്ല, 10ൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയ സമയത്ത് എന്താ പറയുക, ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ റിസോർട്ടാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നത് റിസോർട്ടിൻ്റെ മുകളിലാണ്. അവിടെ ഒരു പാലം പോലെ ഉണ്ട്. അവിടെ നിന്ന് താഴെ റിസോർട്ടും കാര്യങ്ങളും കാറും അവിടെ വരുന്ന ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാണിച്ചത്. പിന്നെ ഇത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്തുനിന്ന് കാണുന്നത്
ഏറ്റവും വലിയ ഭംഗിയാണ്. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇല്ല, ടിക്കറ്റ് എടുക്കൂല, ചുമ്മാ വിടും. പറ, അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മ ആതിരപ്പള്ളി വന്നു, എന്താണ് അമ്മയുടെ ഇത്രയും നേരം യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് പറയും? യാത്ര ചെയ്തത് ഭയങ്കര ദൂരം. പക്ഷേ എനിക്ക് വീട് അടുത്ത് വെക്കാനുള്ളായിരുന്നു അല്ലേ ആതിരപ്പള്ളി. പക്ഷേ ഇത് അടിപൊളി, സൂപ്പർ. അമ്മ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്? ഇനി അടുത്ത് പോയി കാണാം. ഇനി 8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനി കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അവിടെ അലോഡ് അല്ല എന്നാണ് പറയുന്നത്. അല്ല, താഴോട്ട് പോയി നിൽക്കാൻ പറ്റും. തൊട്ടടുത്ത് ഇവിടെ നിൽക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവർ വീഡിയോയിൽ കാണിച്ചല്ലേ, യൂട്യൂബിൽ. അപ്പം അതിലുണ്ടായിരുന്നു. യൂട്യൂബ് അപ്പം അടുത്താണെന്ന് കണ്ടത് അവർ. പറയും. യാത്ര ചെയ്ത ചെറിയൊരു ഇതുണ്ടായിരുന്നു. എനിക്കൊരു വോമിറ്റിങ്ങൊരു തലവേദനയ്ക്കുണ്ടായിരുന്നു. നിനക്ക് വോമിറ്റിംഗ് തോന്നിയല്ലേ ഉള്ളൂ, ഞാൻ മാക്കം വോമിറ്റ് ചെയ്തത് കണ്ടില്ലല്ലേ. അമ്മ ഞാൻ വോമിറ്റ് ചെയ്ത് ഞാൻ നോക്കിയില്ല കേട്ടോ. എനിക്ക് ആരെങ്കിലും വോമിറ്റിനെ കണ്ടേന് എനിക്ക് അതെ, ചവൻ കിടന്നാലും അവള് തിരിഞ്ഞു നോക്കൂല എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനല്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഹെയർ സ്റ്റൈല് കൊള്ളാമോ? എന്താണ് അഭിപ്രായം? എനിക്കെന്താണ് അഭിപ്രായം? പക്ഷെ അവൻ കളിയാക്കുന്നത്, ഇവനെ എപ്പോഴും വീഡിയോ എടുക്കാൻ വിളിച്ചാലും ഉണ്ടെങ്കിൽ കളിയാക്കുന്നത്. അതെൻ്റെ അനിയനാണ്, അരുൺ എ. ലീവ് കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം ജോലി പ്ലേസ് അങ്ങനെ ആയിരുന്നു, ഒരു മൂടിയായിരുന്നു. പക്ഷേ വന്നപ്പോഴത്തേക്കും ഒരു ക്ലിയർ ആയിരുന്നു. പിന്നെ നമ്മൾ ഉടനെ തന്നെ റൂം എടുത്തായിരുന്നു കേട്ടോ. 8:30 ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ റൂം എടുത്തിട്ട് നമ്മൾ എല്ലാ സാധനങ്ങളും വെച്ച് ലോക്കാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു. നമ്മളിവിടെ രാവിലെ വന്നതുകൊണ്ട് ആതിരപ്പള്ളിയൊക്കെ 8:30 ശേഷമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റൂം എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഹോട്ടൽ അന്വേഷിച്ചായിരുന്നേ, ഒന്നുമില്ല. ഒരെണ്ണം കിട്ടി, അങ്ങോട്ട് പോവുകയാണ്. അനിയൻ വരാൻ വെയിറ്റ് ചെയ്യുന്നു. ആദ്യം പക്ഷേ അമ്മയായിട്ട് അടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ആദ്യയുടെ അമ്മൂമ്മയായിട്ട് അടി ഉണ്ടാക്കിയിട്ടിരിക്കുക. അനിയൻ വന്നു. സാധാ ഒരു ഹോട്ടലാണ്. ഇവിടെ വലിയ ഹോട്ടലൊക്കെ റിസോർട്ടിലാണുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ റിസോർട്ടിൽ താമസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ആതിരപ്പള്ളി പോയിട്ട് നേരെ ഇവിടെ സിൽവർ സ്റ്റോവിലല്ലേ പോകുന്നത്. അപ്പോൾ റിസോർട്ട് എടുത്ത് നിൽക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു നോർമൽ ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യും. ഫുഡ് വന്നായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ദോശ, മുട്ടക്കറി, ചമ്മന്തി ആയിരുന്നു, ചട്നി ആയിരുന്നു. അമ്മ ഇഡലി, മുളക് ചട്നി, സാമ്പാർ, വൈറ്റ് ചട്നി ആയിരുന്നു കേട്ടോ. അച്ഛൻ പൊറോട്ടയും കടലക്കറിയാണ് ഓർഡർ ചെയ്തത്. ഇത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറേ കാലമല്ല, 2-3 ദിവസം എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് തന്നെ. ഇതൊക്കെ നമ്മൾ പോയിട്ട് 2 ആഴ്ചയോളം ആയി. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓൺ വോയിസ് കൊടുക്കാൻ പറ്റില്ല ഇത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന്. എല്ലാവരും അതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മളിനി റൂമിലോട്ട് പോയി ഒന്ന് ജസ്റ്റ് ഉറങ്ങണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ ഉറങ്ങിയിട്ടില്ല. അപ്പം വണ്ടി ഓടിച്ചിട്ട് ഉറങ്ങാതെയാണ് വണ്ടി ഓടിച്ചിട്ട് അച്ഛന് ജസ്റ്റ് ഇപ്പോൾ ആൻജിയോഗ്രാമൊക്കെ ചെയ്ത് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അച്ഛനും റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞുകൊണ്ട് നമ്മളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ആതിരപ്പള്ളി പോയി കാണും. എല്ലാം വെച്ചോ? അച്ഛൻ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇനി സിൽവർ സ്റ്റോമിൽ വെച്ച് കാണാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും നേരം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണുന്ന കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്? പക്ഷേ അതുവരേക്കും കാണണം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. അതിലെല്ലാവർക്കും മൂഡ് ഓഫ് ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അനിയൻ്റെ നല്ല ഉറക്കം. അവന് മാത്രമേ കാർ ഓട്ടിക്കാൻ അറിയാവൂ ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ അവൻ ഇത്രയും ദൂരം വന്നിട്ടേ നമ്മൾ പിന്നെ അന്ന് തന്നെ സിൽവർ സ്റ്റോം കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ വേറെ സ്റ്റേ ചെയ്യുന്നില്ല, പിറ്റേ ദിവസം പോകുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയി. എല്ലാവരും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ കാണാൻ പോലുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതെല്ലാവർക്കും അത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ വിട്ടു. അത് വിഷമിച്ചുകൊണ്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മുടെ എന്താണ് സ്നോ പാർക്കാണ് കേട്ടോ. സ്നോ പാർക്കിലും കയറാൻ പറ്റിയില്ല. സ്നോ പാർക്കിൽ കയറാൻ വേണ്ടി വേറൊരു കോമഡി ആയിരുന്നു. അത് അച്ഛന് കയറാൻ പറ്റില്ല. അച്ഛന് അതിൻ്റേതായ ഒരു അസുഖവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനെ കയറാൻ പറ്റുന്നത് നമ്മളാരും കയറിയില്ല. പിന്നെ നമ്മൾ സിൽവർ സ്റ്റോം മാത്രം കയറാമെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് സിൽവർ സ്റ്റോം മാത്രമായിട്ടാണല്ലോ കയറിയത്. പിന്നെ ചെന്നിറങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടുത്തെ ഗൈഡ് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെ പോകണം, എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടം വരെ ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ എല്ലാം പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. ഞാനത് കേൾക്കാൻ നിന്നില്ല, അവർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഗൈഡായിട്ട് ആ കുട്ടി നമ്മളെ എല്ലായിടത്തും ഒന്ന് എവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കണം, നമ്മൾ ബാഗൊക്കെ വെക്കേണ്ടതൊക്കെ കാണിച്ചു തന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈബായിരുന്നു കേട്ടോ, ഫുള്ള് വൈബായിരുന്നു. നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അച്ഛൻ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പട്ടി ഷോ ആയിരുന്നു കേട്ടോ അവിടെ കിടന്ന്. അങ്ങനെ അനിയനാണെങ്കിൽ അത് ഫോട്ടോ എടുത്തു കൊടുക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം പോയി അലമ്പ് കാണിപ്പോൾ ഒരു ബഹളം തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാണെന്നറിയാമോ? ആദ്യം മാത്രമായിട്ട് ഒരു റൈഡിൽ കയറ്റി. കാരണം വലിയ ആൾക്കാർക്ക് അതിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ കൂടുതലും ഞാൻ സിൽവർ സ്റ്റോമിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസിന് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ സിൽവർ സ്റ്റോമിലുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ അങ്ങനെ ചിൽഡ്രൻസിന് കുറവാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള തീം പാർക്കിലൊന്നും. പക്ഷേ സിൽവർ സ്റ്റോമിൽ നല്ല കിഡ്സിന് വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. അതായത് ഞാൻ കിഡ്സിന് വേണ്ടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞു പോയതല്ല, പക്ഷേ ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത് കിഡ്സിന് വേണ്ടി ഒരുപാട് ഇതുണ്ട്. എങ്ങനെയുണ്ട് അതി? പിന്നെ ഈ റൈഡിലാണ് കേട്ടോ കയറിയത്. ഇത് സിമ്പിളാണ് കേട്ടോ, ഇത് വലിയ പേടിക്കാനായിട്ടും ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്ത റൈഡായിരുന്നു. അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ഛൻ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നല്ലാതെ കയറാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരന് അത്രയ്ക്കുള്ള ഒരു പ്രോബ്ലംസ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ വന്നു എന്നുള്ളതല്ലാതെ. പക്ഷേ ഈ സിമ്പിളായിട്ടുള്ളതിലൊന്നും അച്ഛൻ കയറിയില്ല. പക്ഷേ ഫാസ്റ്റായിട്ടുള്ളതിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആദ്യം ഇതിനകത്ത് കയറി. ആദ്യം കയറിയതിൻ്റെ എക്സ്പ്രഷനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആദ്യം അറിയത്തില്ലായിരുന്നു റൈഡ് എന്താണ് റൈഡിൽ എന്താണ് സംഭവം എന്നൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. നല്ല ഉയരത്തിലാണ് കേട്ടോ ഞങ്ങൾ, അല്ലേ ആദി? പേടിക്കാനൊന്നും ഇല്ലാത്തൊരു റൈഡ് ആയതുകൊണ്ട് എന്തെന്നറിയാമോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. ഒരുപാട് റൈഡുകൾ, നല്ല പേടിക്കുന്ന റൈഡുകളുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് പ്രിപ്പയർ ആവുകയാണ്. ആദ്യം മനസ്സിലായിട്ടില്ല ഇതിൻ്റെയൊക്കെ എന്താണ് സ്പീഡും കാര്യങ്ങളെന്നുള്ളത്. എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇനി ലൈവായിട്ട് കാണുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഞാനത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ കാലെടുത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവൾ പെട്ടെന്നൊരു ചാടി ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ആദ്യം ചെറുതായിട്ട് അങ്ങോട്ട് ടെൻഷൻ തുടങ്ങി, നിർത്താം നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ഞാനിത് എക്സ്പ്രഷൻ കണ്ടില്ല അവളുടെ. ഇത് ഓൺ വോയിസ് വരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അവിടെ നമ്മൾ പാട്ടിടുന്നുണ്ട്, നമ്മളെ ഫിലിംസിലെ പാട്ടുകളൊക്കെ ഒരുപാട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഓൺ വോയിസ് ഇടുന്നത്. ലൈവാണ് കേൾക്കാൻ നല്ല രസമായിരുന്നത്. അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ആദ്യയുടെ എക്സ്പ്രഷൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യം നല്ല പേടിച്ചാണ് ഇരുന്നത്. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ നീ. തല ഇറങ്ങണോ? സിൽവർ സ്റ്റോമിൽ വരണമെന്ന് ഭയങ്കര ഒരു ബഹളമായിരുന്നല്ലോ. വന്നില്ലെങ്കിൽ എന്നെ കൊന്നുകളയെന്നൊക്കെയല്ലേ നീ പറഞ്ഞ്. ഇപ്പം എങ്ങനെയുണ്ട് കേട്ടോ? നോക്ക് പറയൂ, ഞാൻ വീഡിയോ എടുക്കട്ടെ. എന്തടാ
ആ തല ഒരുങ്ങനാടാ, തീർന്നു ഇത്രേ ഉള്ളൂ. ചെറിയൊരു കാര്യത്തിനാണ് ആദ്യം ഈ കരയണത്. അപ്പൊ നീ വേറെ റൈഡിലേക്ക് കയറുമ്പോ എങ്ങനെ ഇരിക്കും? എന്നാൽ അമ്മ റൈഡിൽ കയറുമ്പോൾ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് പേടി, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര അഭിപ്രായം. അമ്മ ഒരു അടിപൊളി സംഭവം എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഇതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ആദ്യം ഇതൊക്കെ മ്യൂസിയത്ത്, നമ്മൾ ട്രിവാൻഡ്രം മ്യൂസിയത്തൊക്കെ കയറി തകർത്തതാണ്. പിന്നെ നമ്മൾ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിങ്ങിലാണ് കേട്ടോ. അത് നമ്മൾ ചവിട്ടി ഇങ്ങനെ നീങ്ങണം ആ ബോട്ടിൽ. അപ്പോൾ അത് ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്താണെന്നറിയാമോ? മൊത്തം സ്കൂളിൽ നിന്ന് ഒരു 4-5 സ്കൂളിലെ പിള്ളേരെ എക്സ്കർഷന് വന്നായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും കയറാൻ നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു കേട്ടോ. ബോട്ടിങ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ നേരം അതിൽ കറങ്ങാൻ ചമ്മന്തി എന്ന് അടിപൊളി ബ്ലോക്ക്. ഈ 2 ബോട്ട് കുടുങ്ങിയിട്ട് രണ്ട് ടീമുകളും ആടി. ചവിട്ടി ഏർത്ത് വെച്ച് എല്ലാ റൈഡും തീരുന്നതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ചിനുള്ള ടൈമും ആയിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ നമ്മൾ ഊണ് കഴിക്കാൻ കയറി. ഊണാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ബിരിയാണി ഒന്നും പുറത്ത് പോയി കഴിക്കണ്ട എന്നൊരു പ്ലാനായിരുന്നു അനിയന്. അപ്പോൾ സിമ്പിളായിട്ട് വെജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വെജ് മാത്രമായിട്ട് പറ്റില്ല. നമ്മൾ നോർമൽ ഊണാണ് കേട്ടോ വാങ്ങിച്ചത്. നോർമൽ ഊണിൽ വന്നിട്ട് ഇതെന്തുവാ, പായസോ? ഇത് പായസം. പിന്നെ ഇതെന്തുവാ വെച്ചാൽ സാമ്പാർ, എന്തോ ഒരു സാധനം, കിച്ചടിയാണെന്ന് തോന്നുന്നു. പിന്നെ തോരൻ, പിന്നെ ഒന്നുമില്ല. പിന്നെ ചോറ്. പിന്നെ നമ്മൾ കരിമീൻ, ഇത്രയേ ഉള്ളൂ. കരിമീൻ ഓർഡർ ചെയ്തായിരുന്നേ. കരിമീൻ ഓർഡർ ചെയ്തു. അപ്പം എല്ലാവരും അത് തന്നെ. അപ്പം ഞാൻ നിങ്ങളൊന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആർക്കൊക്കെ കൊതിയാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് പപ്പടം എടുത്ത് വെച്ചു. പിന്നെ എരിശ്ശേരിയാണ് കേട്ടോ. എരിശ്ശേരിയുടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ ആ കിച്ചടി എന്ന് പറയുന്നത് നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ കിച്ചടിയാണ് കേട്ടോ. ഏത്തപ്പഴത്തിൻ്റെ കിച്ചടി തൈര് കിച്ചടി അത് എടുത്ത് വെച്ചു. പിന്നെ തോരൻ, അമരയ്ക്ക തോരനാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കരിമീൻ ഇങ്ങനെ എടുത്തോ വെച്ചു. അതിങ്ങനെ ഒന്ന് കുഴച്ചിട്ട് നിങ്ങൾക്ക് തരാതെ ഞാൻ എങ്ങനെ കഴിക്കും? അങ്ങനെ ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹൈജീൻ ആയിരുന്നു കേട്ടോ അവിടെ നല്ല. പിന്നെ അതുപോലെ മോരുണ്ടായിരുന്നു. പിന്നെ അച്ചാറും, മറ്റേ ഉപ്പിലിട്ട അച്ചാറും, പിന്നെ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. സിമ്പിളായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഈ പായസം ഒരു രക്ഷയില്ല. പഴത്തിലുണ്ടാക്കിയ പായസമാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കരച്ചില്, എനിക്ക് ചീത്ത വിളിയാണ്. ഇനി 5 ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. 5 ജ്യൂസ് കൂടെ പറഞ്ഞ് അതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ്. വീണ്ടും അങ്ങനെ ഞങ്ങൾക്ക് ജ്യൂസ് വന്നിട്ടുണ്ട് ഗൈസ്. ഈടെ ഞാൻ ഇവിടെ ഇത് ചെയ്യുമ്പോ എന്നെ ഇങ്ങനെ കളിയാക്കുന്ന. അങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ഞാൻ മാക്സിമം ഒറ്റ വീഡിയോ ആക്കാൻ ശ്രമിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ 2 ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയാണ് നിങ്ങൾക്ക് കാണാൻ ഒരുപാടുള്ളത്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും. ബൈ.